ശിവന് ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ്? നിങ്ങൾ സർക്കാരിൽ നിന്ന് ഒരു സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്താണ് നിങ്ങളുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? സർക്കാർ ഇതുവരെ നമ്മളെ വിളിച്ചൊരു കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് ആരും കോൺടാക്ട് ചെയ്യാനും പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല ഇതുവരെ. നമുക്ക് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും വരുമെന്ന്. ആരും വീട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജോലി ഇപ്പൊ ഒരു സ്റ്റോപ്പ് ലീവായില്ലേ, ലീവ് കുറച്ച് എക്സ്പെൻഡ് ആയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ലീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജോലിയും കൂടെ നോക്കണം. ശിവന് അതായത് ഈ നടപടി വന്നിരിക്കുന്നത് ഒരു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്കെതിരെ മാത്രമാണ്. അതേസമയം തന്നെ യൂണിറ്റ് ചീഫിനെ പ്രതിയാക്കി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വൈരുദ്ധ്യം നിൽക്കുന്നുണ്ട്. അതായത് ശസ്ത്രക്രിയ ചെയ്ത ആൾ പ്രതിയല്ല, യൂണിറ്റ് ചീഫ് പ്രതിയായിരിക്കുന്നു. പിന്നെ അവർ പറയുകയും ചെയ്യുന്നത് തനിക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറയുകയും ചെയ്ത് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കാണ് ശരിക്കും ഇതിന് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? നമ്മൾ കൂടുതൽ ലളിതാമ്മയിൽ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളോട് കാണിച്ചത് ഇപ്പൊ ഇന്ന ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ആ ഡോക്ടർ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യുമെന്ന് ഓർത്തല്ല നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ അവര് വേറെ ആളെ കൊണ്ട് ചെയ്യുന്ന നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മളോട് പറഞ്ഞിട്ടില്ല ഇന്നാളാ ചെയ്യുന്നതെന്നൊന്നും. അവർ പറഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി അവർ ഡേറ്റ് എടുത്ത് തന്ന് ആ ഡേറ്റിൽ പോയി നമ്മൾ അഡ്മിറ്റ് ആയി. ആ ഡേറ്റിൽ പറ്റാഞ്ഞിട്ട് പിന്നെ അടുത്ത ഡേറ്റ് അവർ തന്നെ എടുത്ത് വീട്ടിൽ പോയി നമ്മൾ കണ്ടിട്ട് അവർ തന്നതാ. അപ്പൊ നമുക്കിത് ചെയ്തായിരുന്നെങ്കിൽ അവർ നമ്മളോട് പറയുന്നില്ല, ആരാ ചെയ്തതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇന്ന ആളെ കൊണ്ട് കാണിച്ചിട്ട് ആളല്ലേ നമ്മൾക്ക് ചെയ്തു തരേണ്ടത്. അല്ലെങ്കിൽ ആള് പറയുന്നില്ലല്ലോ ഇന്ന ആളാ ചെയ്യുന്നത് വേറെ ആളാ ചെയ്യുന്നത്. കറക്റ്റ് ആരാ ചെയ്യുന്നത് പോലും നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആരെ പറയും? നമ്മൾ കാണിച്ച ആളെയല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്തെങ്കിലും പരാതികൾ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അടക്കമുള്ള ആൾ 7-ാം തീയതി ഇവിടെ വരുന്നുണ്ട്. എന്തെങ്കിലും പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് നീടമായിട്ട് നല്ലൊരു നടപടി കാണണം ഇതിനകത്ത്. മറ്റുള്ളവർക്കും വരാൻ പാടില്ല. അപ്പൊ നമുക്ക് വന്ന് നമ്മൾ അനുഭവിക്കുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മ കുറെ ദിവസമായിട്ട് നല്ല രീതിയിൽ വേദന നല്ലത് സഹിച്ചിട്ടുണ്ട്. ഇത് ഇത്ര നാൾ സഹിച്ച് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പൊറുക്കാൻ വേണ്ടി നമുക്ക് ആ കൂടെ എന്ന ബുദ്ധിമുട്ട് അറിയാമല്ലോ. നല്ല രീതിയിൽ ബ്ലഡും പ്രശ്നവും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയി. ആ ഇൻഫെക്ഷനൊക്കെ മാറാൻ വേണ്ടി ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നേക്കെ. ഹോസ്പിറ്റലിൽ നല്ലപോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ KC വേണുഗോപാൽ സാറിന് അവരൊക്കെ നമ്മളെ നല്ലൊരു അവർ സഹായിച്ചുകൊണ്ട് നമുക്ക് ഇത്ര നല്ല ട്രീറ്റ്മെന്റ് കിട്ടി. ചെലവെല്ലാം അവരാണ് വഹിച്ചത്. നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. ബില്ല് കിട്ടിയായിരുന്നു. KC വേണം അവര് ഇവിടെ വിളിച്ച് സംസാരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ബില്ല് ഒരു സാങ്ഷൻ ആക്കി തന്നത്. ഇല്ല, മന്ത്രി ഒരു ദിവസം PA കണക്ട് ചെയ്ത് എന്നെ ഒരു ദിവസം വിളിച്ചു, ഒരു 5-6 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും എന്നെ കണക്ട് ചെയ്തിട്ടില്ല. നടപടി ഉണ്ടാവും, നടപടി എടുക്കും അവരെല്ലാം റിപ്പോർട്ട് ഇല്ല, അതിനെപ്പറ്റി ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നെ അമൃതയിൽ വിളിച്ച് പറയാന്ന് പറഞ്ഞു. വിളിച്ച് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളവിടെ വിളിച്ച MP അവിടെ വന്ന് ഡയറക്റ്റ് കണ്ടു, സംസാരിച്ചു, എന്നെയും കൊണ്ടുപോയി അവരുടെ ചീഫിന്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെയാണ് നമുക്കെല്ലാം ആക്കിയിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു മെഡിക്കൽ ലീഗൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന നിർദ്ദേശങ്ങൾ DMO മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ മെഡിക്കൽ ലീഗൽ കമ്മിറ്റി ഇതുവരെയായിട്ടും രൂപീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആ മെഡിക്കൽ ലീഗൽ കമ്മിറ്റി വന്നതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദികൾ ആരാന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. പിഴവ് വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം കണ്ടെത്തണമെങ്കിൽ ഈ കമ്മിറ്റി കൂടണം. അപ്പൊ അവരല്ലേ ഫാസ്റ്റ് ആക്കേണ്ടത്? ഇതൊക്കെ നമ്മളല്ലല്ലോ. ഇതെല്ലാം കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് ആൾക്കാർക്ക് അവരല്ലേ ഫാസ്റ്റ് ആക്കണ്ടേ. നമുക്കിവിടെ പോയി സംസാരിക്കാന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ലീഗലി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകാന്നുള്ള താല്പര്യത്തിലാണ്.